സോളമേട്ടൻ അക്കരെ എത്തി. അപ്പൊ നീ പോവാൻ തീരുമാനിച്ചോ? അച്ഛനും കൊച്ചനും ഒക്കെ അവിടെ നിക്കണേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ എന്തായാലും നന്നായി പഠിക്കണേ. ഒരു വീട്ടിലെ ഒരു ഒളിച്ചോട്ടം മതി. അച്ഛനമ്മയൊക്കെ പറയണ കേട്ട് ഒരു പറയുന്ന ചെക്കനെ കേട്ടി സുഖമായിട്ട് ജീവിക്കണേ. നീ വേണമെങ്കിൽ എന്റെ സ്വത്തൊക്കെ എടുത്തോ. ഓ അല്ലേ ചേച്ചിമാരെണ്ണം മൊത്തം അനിയത്തിമാർക്ക് പണിയിട്ടുണ്ട്. പ്രണയത്തെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. കാരണം നമുക്ക് ഇങ്ങനെ ഫോണിൽ എപ്പോഴും റീചാർജ് ചെയ്യണ്ട, അവര് റീചാർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാസം നമുക്ക് എല്ലാ സിനിമയ്ക്കും പോവാലോ. ഐസ്ക്രീം ഫ്രീ ആണ്. പിന്നെ നമുക്കിപ്പോ എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ അവര് സേഫ് ആയിട്ട് കൊണ്ട് എത്തിച്ചേരും. അങ്ങനെ ജീവിതകാലം മുഴുവൻ ഊറ്റാം. ഊറ്റാന്നല്ല, ജീവിതകാലം മുഴുവൻ പ്രണയിക്കാം. എടി അവനെ നീ എങ്ങനെയും ഒന്ന് മയക്കടി. മയക്കാനും ഞാൻ എങ്ങനെ മയക്കാനാ? അച്ചോടാ, മയക്കാനറിയാത്ത സാധനം. കോളേജിൽ പഠിക്കുമ്പോ 4-5 ആമ്പിള്ളാരാ ബൈക്കിൽ അതുവഴി കറങ്ങിക്കൊണ്ടിരുന്നേ. നിനക്ക് മയക്കാൻ അറിയത്തില്ലല്ലോ. അടുത്തൊക്കെ ചൂണ്ടുവരൽ കാണിക്കോ സാറേ? ഈ മഷി എത്ര നാളെ നിൽക്കും സാറേ? ഇതൊരു 3-4 മാസം നിൽക്കും ചേച്ചി. മഷി ഒരുപാട് ബാക്കിയുണ്ടോ സാറേ? ഒരു കുപ്പി എനിക്ക് തരാമോ? എന്തിനാ കള്ളോട്ട് ചെയ്യാനാ? ചുമ്മാ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോലെ. സാറിന് സമയമുണ്ടോ സാറേ? നിങ്ങക്ക് എന്താ വേണ്ടേ? സമയമുണ്ടെങ്കിൽ ഞാൻ ബ്രഷ് കൊണ്ടുണ്ട് എന്റെ തലയിൽ ഇത്തിരി തേച്ച് തരാമോ? ബൈക്കൊക്കെ ഒരുപാട് വിലയാ സാറേ. ഒരു മാസം പോലും നിൽക്കൂല. അത് കാരണം ഇത് 3-4 മാസം നിൽക്കൂല. അതുകൊണ്ടാ സാറേ. നിങ്ങൾ വോട്ട് ചെയ്യാൻ വന്നാണോ അത് എന്നെ കൊണ്ട് ഡൈ കഴിക്കാൻ വന്നാണോ? ഒന്ന് പറയുന്ന